എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇപ്പോൾ മികച്ച അവസരമാണ് എത്തിയിരിക്കുന്നത്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അഥവാ CMD വഴി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഫാർമസി മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരള സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധമുള്ള ഈ റിക്രൂട്ട്മെന്റിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഈ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും വിശദമായിട്ട് പരിശോധിക്കാം. പോസ്റ്റുകൾ എന്തൊക്കെ, യോഗ്യത എന്ത്, പ്രായപരിധി എത്രയാണ്, ശമ്പളം എത്രയാണ്, അപേക്ഷിക്കേണ്ട വിധം, തെരഞ്ഞെടുപ്പ് രീതി, അപേക്ഷയുടെ അവസാന തീയതി എല്ലാം വളരെ വിശദമായിട്ട് നോക്കാം. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ നിർബന്ധമായിട്ടും കാണുക. ഈ റിക്രൂട്ട്മെന്റ് വിശദവിവരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ അമർത്താം. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ഇനി ഈ റിക്രൂട്ട്മെന്റ് വിശദവിവരത്തിലോട്ട് കടക്കാം. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന സ്ഥാപനത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കേരള സർക്കാരിന്റെ വിവിധ പ്രോജക്റ്റുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. പ്രധാനമായി ഫാർമസി മേഖലയുമായി ബന്ധപ്പെട്ട ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത്. അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളർ, ഫാർമസിസ്റ്റ്, ടെക്നിക്കൽ സ്റ്റാഫ്, ഡാറ്റ എൻട്രി സഹായം തുടങ്ങിയ വിഭാഗങ്ങളിലായി നിയമന സാധ്യതകളുണ്ടെന്നാണ് നോട്ടിഫിക്കേഷനിൽ സൂചിപ്പിക്കുന്നത്. യോഗ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ B.Pharm, D.Pharm, M.Pharm പോലുള്ള ഫാർമസി വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ അവസരമുണ്ട്. ചില പോസ്റ്റുകൾക്ക് പ്രവൃത്തി പരിചയം ആവശ്യമുണ്ട്. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ നിർബന്ധമായിട്ടും വായിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് MS ഓഫീസ്, ഡാറ്റ എൻട്രി, റിപ്പോർട്ട് ഹാൻഡ്ലിംഗ് തുടങ്ങിയ കാര്യങ്ങളിൽ പരിചയമുണ്ടെങ്കിൽ അതൊരു അധിക നേട്ടമായിരിക്കും. ഇപ്പോൾ പലരും ചോദിക്കുന്ന പ്രധാന കാര്യം ശമ്പളം എത്ര എന്നതാണ്. നോട്ടിഫിക്കേഷൻ പ്രകാരം വിവിധ പോസ്റ്റുകൾക്ക് വ്യത്യസ്ത ശമ്പള നിരക്കുകളാണ് നൽകിയിരിക്കുന്നത്. ചില പോസ്റ്റുകൾക്ക് 20,000 രൂപയ്ക്ക് മുകളിലും ചില ടെക്നിക്കൽ പോസ്റ്റുകൾക്ക് അതിലും കൂടുതലായി ശമ്പളം ലഭിക്കാം. കരാർ അടിസ്ഥാനത്തിലുള്ള ജോലി ആയതിനാൽ പ്രോജക്ട് കാലാവധിക്കനുസരിച്ച് ജോലി നീളാനും സാധ്യതയുണ്ട്. ഇപ്പോൾ അപേക്ഷ എങ്ങനെ സമർപ്പിക്കാമെന്ന് നോക്കാം. അപേക്ഷകൾ ഓൺലൈൻ വഴിയാണ് സ്വീകരിക്കുന്നത്. CMDയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി കരിയേഴ്സ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് സെക്ഷനിൽ പോയി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യം നിങ്ങളുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് റെഡിയാക്കണം. SSLC, +2 ഡിഗ്രി, ഫാർമസി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമായി വരാം. അതിനോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ ശരിയായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അപേക്ഷ റദ്ദാകാൻ സാധ്യതയുണ്ട്. സാധാരണയായി CMD റിക്രൂട്ട്മെന്റുകളിൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ശേഷം ഇന്റർവ്യൂ അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റ് നടത്താനാണ് സാധ്യത. ചില പോസ്റ്റുകൾക്ക് നേരിട്ട് ഇന്റർവ്യൂ മാത്രം ഉണ്ടായേക്കാം. അതുകൊണ്ട് അപേക്ഷ നൽകിയ ശേഷം ഇമെയിൽ, SMS എന്നിവ സ്ഥിരമായി പരിശോധിക്കണം. ഇന്റർവ്യൂ ഡേറ്റ്, ഹാൾ ടിക്കറ്റ്, ഷോർട്ട് ലിസ്റ്റ് ഡീറ്റെയിൽസ് എന്നിവ അതിലൂടെയാണ് അറിയിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളിലെ ജോലികൾക്ക് വലിയ ഡിമാൻഡാണ്. സ്ഥിരം സർക്കാർ ജോലി അല്ലെങ്കിലും CMD വഴി ലഭിക്കുന്ന ജോലികൾക്ക് മികച്ച പ്രവൃത്തി പരിചയവും നല്ല ശമ്പളവും ലഭിക്കുന്നതിനാൽ നിരവധി പേർ അപേക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫാർമസി മേഖലയിലുള്ളവർക്ക് ഈ അവസരം വളരെ ഉപകാരപ്പെടും. കേരളത്തിൽ മെഡിക്കൽ, ഡ്രഗ് കൺട്രോൾ, ഹെൽത്ത് വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പരിചയം നേടാൻ ഈ ജോലി സഹായിക്കും. ഇപ്പോൾ പലർക്കും സംശയമുള്ള മറ്റൊരു കാര്യം ഏജ് ലിമിറ്റ് ആണ്. പൊതുവെ 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ SC, ST, OBC വിഭാഗങ്ങൾക്ക് സർക്കാർ നിയമപ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ വിവരങ്ങൾ ഔദ്യോഗിക നോട്ടിഫിക്കേഷനിൽ പരിശോധിക്കാം. ഇപ്പോൾ അപേക്ഷ ഫീസ് ഉണ്ടോ എന്ന കാര്യം പലരും ചോദിക്കുന്നുണ്ട്. ചില CMD റിക്രൂട്ട്മെന്റുകൾ അപേക്ഷ ഫീസ് ഉണ്ടാകാറില്ല. ചിലപ്പോൾ ജനറൽ കാറ്റഗറിക്ക് ചെറിയ ഫീസ് ഉണ്ടായേക്കാം. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ നിർബന്ധമായി പരിശോധിക്കണം. ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റുകൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ഇനി പറയാം. ഒന്നാമത്തേത്, അവസാന തീയതി വരെ കാത്തിരിക്കരുത്. അവസാന ദിവസങ്ങളിൽ വെബ്സൈറ്റിൽ വലിയ ട്രാഫിക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ശരിയായി നൽകുക. എല്ലാ അപ്ഡേറ്റുകളും അതിലൂടെയാണ് ലഭിക്കുക. മൂന്നാമത്തേത്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുക. കാരണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട്. നാലാമത്തേത്, ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഫാർമസി സബ്ജക്ട്, കറന്റ് അഫയേഴ്സ്, കേരള ആരോഗ്യ മേഖല സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ തയ്യാറാക്കി വെക്കുക. ഇപ്പോൾ കേരളത്തിൽ നിരവധി യുവാക്കൾ സർക്കാർ ജോലി പ്രതീക്ഷിച്ച് തയ്യാറെടുക്കുകയാണ്. എന്നാൽ എല്ലാ ആളുകൾക്കും PSC വഴി ജോലി ലഭിക്കണമെന്നില്ല. അത്തരത്തിൽ CMD പോലുള്ള സ്ഥാപനങ്ങളിലൂടെ വരുന്ന നിയമനങ്ങൾ വളരെ നല്ല അവസരങ്ങളാണ്. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ, ഫാർമസി, ഡ്രഗ് കൺട്രോൾ മേഖലകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വലിയ അവസരമായി കാണാം. ഇനി അപേക്ഷിക്കാനുള്ള അവസാന തീയതി, ഇന്റർവ്യൂ ഡീറ്റെയിൽസ്, സെലക്ഷൻ ലിസ്റ്റ് തുടങ്ങിയ പുതിയ അപ്ഡേറ്റ്സുകൾ വന്നാൽ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ജോലി വരും അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. പുതിയ സർക്കാർ ജോലികളും റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റുകളും തുടർച്ചയായിട്ട് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.